Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ന്യൂസ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. GS പേപ്പർ 2 അതായത് ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ മുമ്പത്തെ ഒരുപാട് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു. ഇവിടെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതായത് എങ്ങനെയാണ് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ബാലൻസ് ചെയ്യുന്നത് at the same time while responding to this kind of humanitarian crisis. ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, അതേപോലെ തന്നെ ഇസ്രായേൽ അതേപോലെ അറബ് കൺട്രീസുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു റോൾ എന്താണ്, ലൈക്ക് ഇൻഫ്ലുവൻസിങ് ദി ഗ്ലോബൽ ഡിപ്ലോമസി ലൈക്ക് ഇന്ത്യ, ചൈന, റഷ്യ ആൻഡ് ഓൾ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോള്, അതായത് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഇവിടെ ഒരു UNRWA വിച്ച് ഈസ് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി. ഓക്കെ, ഇവരുടെയൊക്കെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഫങ്ഷൻസും ഇവരുടെ ലിമിറ്റേഷൻസും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ വി മസ്റ്റ് അനലൈസ് ദി ഗ്ലോബൽ ഹിപ്പോക്രസി ഇൻ ഹ്യൂമൻ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഓൾ. സോ നമ്മൾ ഈ ഒരു ന്യൂസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ UK, ഫ്രാൻസ്, ഇറ്റലി പോലെ ഏകദേശം ഒരു 30ഓളം വെസ്റ്റേൺ കൺട്രീസ് ദി സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ഇസ്രായേൽ ഫോർ ബ്ലോക്കിംഗ് എയ്ഡ് ടു ഗാസ ആൻഡ് കില്ലിംഗ് സിവിലിയൻസ്. പിന്നെ അവരൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് പലസ്തീൻസിനെ അവരുടെ സ്ഥലത്തിൽ നിന്നും അടിച്ചോടിക്കുന്നത് അത് തീരെ ശരിയല്ല. ഓക്കെ, അത് they also said that Israel's idea of removing Palestinians from their land is totally wrong എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് അതേപോലെ തന്നെ ഇസ്രായേലിൽ they were attacking ഡെയർ അൽ ബല. ഈ ഒരു സ്ഥലം, ഈ പലസ്തീനിലുള്ള ഗാസയിലുള്ള ഈ ഒരു സ്ഥലം, ഇറ്റ് ഈസ് എ പ്ലേസ് where many people had taken shelter. ഓക്കെ, സോ ഇവിടെ ഇസ്രായേൽ ഈ അടുത്ത അറ്റാക്ക് നടത്തിയിരുന്നു. അത് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് കുറച്ചും കൂടി വേഴ്സൺ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇസ്രായേൽ ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി ടു സ്റ്റോപ്പ് നൗ, ബിക്കോസ് പവർഫുൾ കൺട്രീസ് ലൈക്ക് US ആണെന്നുണ്ടെങ്കിലും ജർമ്മനി ആണെന്നുണ്ടെങ്കിലും ദേ ഡി നോട്ട് ജോയിൻ ദി ക്രിറ്റിസിസം. അവരിപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആയുധങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ഡിപ്ലോമസിയിലൂടെ ആണെന്നുണ്ടെങ്കിലും US, ജർമ്മനി പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ജെനിസൈഡ് കേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ICJ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവരിപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഒരു ജെനിസൈഡ് ആണോ എന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, സോ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ചെക്കിംഗ് ഇഫ് ഇസ്രായേൽസ് ആക്ഷൻ ഇൻ ഗാസ ആർ ലീഗലി കൺസിഡർഡ് ജെനിസൈഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരാൻ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ ഏകദേശം എന്താ പറയുക, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആരും അവശേഷിക്കുന്നുണ്ടാവില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ ആ ഒരു ഫൈനൽ കോർട്ട് ഓർഡറൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നോക്കുമ്പോൾ ചില എക്സ്പേർട്സ് പറയുന്നത്, അവിടെ നടക്കുന്നത് ശരിക്കും ഒരു ജെനിസൈഡ് തന്നെയാണ്. ഓക്കെ, എന്താണ് ജെനിസൈഡ് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മുമ്പത്തെ പ്രീവിയസ് സെഷൻസിലൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് എന്തിനൊക്കെയാണ് നമ്മൾ ജെനിസൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ഹോളോകോസ്റ്റിനെ പറ്റിയിട്ടും പിന്നെ ബാക്കിയുള്ള കുറച്ച് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട്സ് റിയലി ഹാപ്പനിങ്, ആൾക്കാർ ഇപ്പോഴും പൊളിറ്റിക്സിന്റെ മേലെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പീപ്പിൾ ആർ ഫൈറ്റിംഗ് ഓവർ ദി പൊളിറ്റിക്സ് നൗ. ഒക്ടോബർ 2023 തൊട്ടിട്ട് ഏകദേശം 60,000-ഓളം ആൾക്കാർ ഗാസയിൽ മരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ്. 90%-ഓളം ആൾക്കാരെ, അതായത് ഗാസയിൽ ജീവിച്ചുകൊണ്ടിരുന്ന 90%-ഓളം ആൾക്കാരെ they have been forced to run away from their homes often many times. ലൈക്ക് അവിടെ ഉള്ളത് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ, അവിടെയുള്ള ഒരു സർവൈവേഴ്സ് ദേ ആർ സ്ക്യൂസ്ഡ് ഇൻ ടു ടൈനി ഏരിയാസ്, ജസ്റ്റ് 46 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആൻഡ് ആൾ. അവിടെ ഭക്ഷണമില്ല, ഹെൽത്ത് കെയർ ഇല്ല, അതേപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. സോ അവിടെയുള്ള ഒരു ജീവിതം ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് നൗ. അതേപോലെ തന്നെ സ്റ്റാർവേഷനെ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് ഗാസയിലോട്ട് വരുന്ന ആരെങ്കിലും ഇപ്പോൾ സഹായങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടി ഇസ്രായേൽ ഹാസ് ഡെലിബറേറ്റ്ലി ബ്ലോക്ക്ഡ് എയ്ഡ് ടു ഗാസ. ഓക്കെ, ഈവൻ സ്റ്റോപ്പിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ഫോർ ലാസ്റ്റ് 11 വീക്സ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസ് ഇതിന് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഫോർ ഡിനൈങ് പീപ്പിൾ ദർ ബേസിക് ഡിഗ്നിറ്റി.
ഏകദേശം 1000-ഓളം ആൾക്കാർ ദേ ഹാവ് ബിൻ കിൽഡ് ജസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് ഫുഡ്. UN പറയുന്നത് 1/3 ഓഫ് ദ പീപ്പിൾ ദേ ആർ ലിവിങ് വിതൗട്ട് ഇനഫ് ടു ഈറ്റ്. ഓക്കെ, അവർ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ അവർ ഫെമൈൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇസ്രായേൽ ഈ ഫോറിൻ ജേർണലിസ്റ്റുകളെ ഒന്നും ആ ഒരു സ്ഥലത്തോട്ട് അടുപ്പിക്കുന്നില്ല. ഓക്കെ, സോ ദി ഇസ്രായേൽ ഡസൻ അലൗ ഫോറിൻ ജേർണലിസ്റ്റ് ടു ഫ്രീലി റിപ്പോർട്ട് ഫ്രം ഇൻസൈഡ് ഗാസ. ഓക്കെ, അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ഡിനേ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അവരുടെ മേലെ ഏതെങ്കിലും ഒരു അക്യൂസേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അത് ഡിനേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദം ടു ഡിനൈ അക്യൂസേഷൻസ്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ലീഡേഴ്സ്, ഇപ്പൊ നെതന്യാഹു മാത്രമല്ല മുമ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ദി ടോക്ഡ് അബൌട്ട് മൂവിങ് ഗാസൻസ് ഇൻ ടു എ സ്മോൾ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി. ഓക്കെ, അവരുടെ പണ്ട് തൊട്ടേയുള്ള ഇസ്രായേലിലുള്ള പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ആ ഒരു ഐഡിയ തന്നെ അതായിരുന്നു. അതായത് ഗാസയിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഒരു ഐഡിയ, അവരുടെ ഒരു അജണ്ട അത് തന്നെയാണ്. ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ്. ഓക്കെ, ക്രിട്ടിക്സ് പറയുന്നത് ദിസ് ആസ് എ എത്നിക് ക്ലെൻസിങ് എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോഴ്സിങ് എ ഗ്രൂപ്പ് ടു പെർമനന്റ്ലി ലീവ് ദെയർ ലാൻഡ്. Even former Israeli ministers have called this plan as a concentration camp. Okay, അത് കാണിക്കുന്നത് തന്നെ it shows how extreme and cruel it is. വളരെ ലോങ് ടേം ആയിട്ടുള്ള ഡാമേജ് ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ വിശപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഹങ്കർ, അതേപോലെ ഈ ഡ്യൂ ടു ഹങ്കർ ആൻഡ് ട്രോമ ഗാസയിലുള്ള ആൾക്കാർ ദേ കുഡ് ബ്രേക്ക് എ പാർട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ ഗാസൻസ് തന്നെ അവരുടെ ഇടയിൽ തന്നെ ആ ഒരു ഫൈറ്റ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Okay, so due to hunger and trauma, Gaza society could break apart, and if people start fighting among themselves, Israel ഇതിനെ മുതലെടുക്കും. Okay, Israel ഇതിനെ they will use that as an excuse to say Palestinians are violent, and they will justify more attacks. സോ ഇവിടെ ഗസയിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഇറ്റ് റിഫ്ലക്ട്സ് എ വെരി സീരിയസ് ഹ്യൂമൻ റൈറ്റ് ക്രൈസിസ്. Okay, with the legal, political and moral implications that the international community is struggling to address. സോ നമ്മുടെ കയ്യിൽ സമയം വളരെയധികം കുറവാണ്. ഈ ഒരു ഗാസയുടെ ഒരു ഇഷ്യൂ എടുക്കുന്ന ടൈമിൽ UN തന്നെ പറഞ്ഞിരിക്കുന്നത് ഗാസ ഈസ് ക്ലോസ് ടു എ ടോട്ടൽ കൊളാപ്സ് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ വേൾഡിന്റെ അടുത്ത് ആ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ദ വേൾഡ് സ്റ്റിൽ ഹാസ് എ ചാൻസ് ടു ആക്ട് ആൻഡ് പ്രിവെന്റ് എ കംപ്ലീറ്റ് ഡിസാസ്റ്റർ. സോ ഗവൺമെന്റുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ്യങ്ങൾ, അതായത് കൺട്രീസ്, ദേ ക്യാൻ റീകൺസിഡർ ദെയർ ടൈസ് വിത്ത് ഇസ്രായേൽ. ഓക്കെ, ലൈക്ക് ട്രേഡ് ഓർ വെപ്പൺ ഡീൽസ് ആൻഡ് ഓൾ. നമുക്ക് ഇസ്രായേലിലോട്ട് കുറച്ച് പീസ് കീപ്പേഴ്സിനെയൊക്കെ അയക്കാൻ സാധിക്കും. അതേപോലെ അവരുടെ മേലൊരു ഗ്ലോബൽ പ്രഷർ നമുക്ക് ഇടാൻ സാധിക്കും, എസ്പെഷ്യലി ഫ്രം ബിഗ് നേഷൻസ് ലൈക്ക് ചൈന, റഷ്യ, ഇന്ത്യ, US ആൻഡ് ഓൾ. അതേപോലെ തന്നെ ഇപ്പോൾ ടർക്കി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഈ ഗൾഫ് നേഷൻസ്, ഓക്കെ, ബാക്കിയുള്ള ഗൾഫ് നേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഈ രാജ്യങ്ങൾ ഇവരിപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദേ നീഡ് ടു സ്റ്റോപ്പ് സ്റ്റേയിങ് ന്യൂട്രൽ ആൻഡ് അവർ ക്ലിയർലി ദേ ഷുഡ് സപ്പോർട്ട് ദി പലസ്തീനിയൻ ലൈഫ്സ്. നോൺ വെസ്റ്റേൺ കൺട്രീസ്, അതായത് ഈ വെസ്റ്റേൺ നേഷൻസ് ആണല്ലോ, ഇവരുടെ കയ്യിലാണല്ലോ കുറച്ചധികം പവർ ഉള്ളത്. ഓക്കെ, സോ ഈ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള രാജ്യങ്ങൾ അവർ ഈ വെസ്റ്റേൺ നേഷൻസിനെ പുഷ് ചെയ്യണം ടു മാച്ച് ദെയർ വേർഡ്സ് വിത്ത് റിയൽ ആക്ഷൻ, ലൈക്ക് ക്രിയേറ്റിംഗ് എ ഗ്ലോബൽ പീസ് പ്ലാൻ. അതേപോലെ തന്നെ ഇവിടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ടൈമിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗവൺമെന്റ്സ്. ഓക്കെ, ഇവിടെയുള്ള സാധാരണക്കാർക്കും they also have a duty. Ordinary people also have a duty to speak up. Okay, if you all stay silent now, the world may later regret it very deeply. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ദി മെഡിക്കൽ ബൗണ്ടറീസ് ഫോർ ആയുഷ് പ്രാക്ടീഷണേഴ്സ്. സോ ഈ ഒരു ന്യൂസ് ഹെൽത്ത് സെക്ടറോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ GS പേപ്പർ 2 നമുക്കിത് പ്രതീക്ഷിക്കാം. ഈ ഒരു ന്യൂസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. എത്തിക്സിൽ, അതായത് GS പേപ്പർ 4 ഈ മെഡിക്കൽ ഒരു സെക്ടറിലുള്ള ഒരു പ്രൊഫഷണൽ എത്തിക്സ്, ഓക്കെ, ആ ഒരു ഇതിലൊരു ന്യൂസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസും ട്രഡീഷനും തമ്മിലുള്ള വ്യത്യാസവും ഒരു ഹെൽത്ത് സിസ്റ്റം ഇൻ്റഗ്രേഷൻ, പിന്നെ കറണ്ട് അഫെയർസിലോട്ട് വരുന്ന ടൈമിൽ ഈ ഒരു ആയുഷ് പോളിസി എന്താണ്, പുതിയ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിഫോംസ്, ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ന്യൂസിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം രണ്ടാൾക്കാർ തമ്മിലൊരു ഡിബേറ്റ് ആണ്. ഒന്നൊരു ഹെപ്പറ്റോളജിസ്റ്റ്, അതായത് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റും ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററും തമ്മിലുള്ള ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഓക്കെ, ടോപ്പിക് എന്തായിരുന്നു വെച്ചാൽ ഈ ആയുർവേദിക്
അതേപോലെ ഈ യുനാനി പ്രാക്ടീഷണേഴ്സിനെ നമുക്ക് ഡോക്ടേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം. നമുക്കറിയാം ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മെഡിക്കൽ സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് അലോപ്പതിയും ഒന്ന് ആയുഷും. അലോപ്പതി നമുക്കറിയാം, അതായത് ഈ വെസ്റ്റേൺ മെഡിസിൻസ് ആണ്, മോഡേൺ വെസ്റ്റേൺ മെഡിസിൻസ് ആണ്. ലൈക്ക് നമുക്കിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അലോപ്പതി ടൈപ്പ് ചികിത്സയാണല്ലോ, ലൈക്ക് വാട്ട് യു ഗെറ്റ് ഇൻ മോസ്റ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഒരു മോഡേൺ വെസ്റ്റേൺ മെഡിസിൻസ്. ആയുഷ് എടുക്കുമ്പോൾ ട്രഡീഷണൽ ഇന്ത്യൻ സിസ്റ്റം ആണ്. ഓക്കെ, ആയുർവേദ, യുനാനി, സിദ്ധ, അങ്ങനത്തെ ചികിത്സകളൊക്കെ ഈ ആയുഷിൽ പെടും. സോ ചില മോഡേൺ ഡോക്ടേഴ്സ് ദേ ഡോണ്ട് തിങ്ക് ആയുഷ് ഈസ് ആസ് സയന്റിഫിക് ഓർ എവിഡൻസ് ബേസ്ഡ് ആസ് അലോപ്പതി. ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേ ആർ ട്രൈങ് ടു ഇന്റഗ്രേറ്റ് ബോത്ത് സിസ്റ്റം അണ്ടർ വൺ ഹെൽത്ത് പോളിസി. ഓക്കെ, സോ ഇതാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ഓക്കെ, സോ ഈ ഒരു ആയുഷ് ഡോക്ടേഴ്സിന് ഒരു MBBS ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ആ ഒരു സെയിം സ്റ്റാറ്റസ് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ട്രഡീഷണൽ മെഡിസിൻസ് സയന്റിഫിക് ആണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്ന ചോദ്യങ്ങൾ. സോ ദിസ് ഡിബേറ്റ് ഈസൻ ജസ്റ്റ് അബൌട്ട് വൺ ആർഗ്യുമെന്റ്, ഇറ്റ് റിഫ്ലെക്ട്സ് എ ലാർജർ ടെൻഷൻ ഇൻ ഇന്ത്യസ് ഹെൽത്ത് കെയർ സിസ്റ്റം ബിറ്റ്വീൻ ദി ട്രഡീഷൻ ആൻഡ് മോഡേൺ സയൻസ്. സോ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു കോർ കോൺട്രവേഴ്സി എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു ദി ബിഗ് ഡിബേറ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി ടൈറ്റിൽ ഡോക്ടർ. ഓക്കെ, പക്ഷെ ഇവിടെ ചോദിക്കുന്നത്, അതായത് ഈ ആയുഷ് പ്രാക്ടീഷണേഴ്സിന്, അതായത് വാട്ട് കൈൻഡ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ആയുഷ് പ്രാക്ടീഷണേഴ്സ് ഷുഡ് ബി ലീഗലി അലൗഡ് ടു പെർഫോം എന്നുള്ളതാണ്. ഓക്കെ, ലീഗലി എന്ത് തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ചോദ്യങ്ങൾ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഓക്കെ, നമുക്കിത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നിട്ട് നമുക്കിത് മനസ്സിലാവില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു റൂറൽ ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ എസ്പെഷ്യലി ഇൻ റൂറൽ ഇന്ത്യ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ റിലൈയിങ് ഓൺ ആയുഷ് ഡോക്ടേഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ 1946 ഒരു ബോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ബോർ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടത് മോഡേൺ മെഡിസിനിലാണ്. ഓക്കെ, ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ട്രഡീഷണൽ സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മോഡേൺ മെഡിസിൻ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ബോർ കമ്മിറ്റി പറഞ്ഞത് 1946. ഓക്കെ, അന്ന് ആയുഷ് പ്രാക്ടീഷണേഴ്സ് ദേ റെസിസ്റ്റഡ് ദിസ്. 1948 ബോർ കമ്മിറ്റി 1946 പിന്നീട് 48 ഈ ഇൻഡിജിനസ് മെഡിസിനെ പറ്റിയിട്ടുള്ള ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദ ഡിഫെൻഡഡ് ആയുർവേദ. അത് ഒരു ഹിന്ദു ഐഡന്റിറ്റി ഒക്കെ ആയിട്ട് അവരത് ലിങ്ക് ചെയ്തിരുന്നു. ആൻഡ് ദേ ക്ലെയിംഡ് ഇറ്റ്സ് ഡിക്ലൈൻ വാസ് ഡ്യൂ ടു കൊളോണിയലിസം. ഓക്കെ, ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നിട്ട് കോളനി ആക്കിയത് കൊണ്ടാണ് ഇത് ഡിക്ലൈൻ ആയത്, ഇല്ലെങ്കിൽ ഇതായിരിക്കും ഇവിടെ ടോപ്പ് സെറ്റപ്പ് എന്നൊക്കെ ആയിരുന്നു അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നെഹ്റുജിയൊക്കെ, അതായത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇതിനെ ഇഗ്നോർ ചെയ്തതായിരുന്നു. ഓക്കെ, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തതായിരുന്നു. 70s, അതായത് 1970 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിലുള്ള ടൈമിൽ ദേ ലീഗലൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ദീസ് ട്രഡീഷണൽ സിസ്റ്റംസ് ത്രൂ ദി ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട്. 2020 ഒരു പുതിയ നിയമം വന്നു, അതായത് ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, which was passed to modernize and expand the Ayush framework. ഓക്കെ, സോ ഈ ആയുർവേദ ഈ എഡ്യൂക്കേഷൻ ഇതിൽ ഈ ട്രഡീഷണൽ ഐഡിയാസ് ഒരുപാട് വരുന്നുണ്ട്. ഈ ആത്മാവ് അല്ലെങ്കിൽ പ്രകൃതി, ദോഷാസ്. മോഡേൺ മെഡിസിൻ നമുക്കറിയാലോ, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി അനാട്ടമി, സർജറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ മോഡേൺ മെഡിസിൻസിൽ വരുന്നത്. സോ ഇത് രണ്ടെണ്ണവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു ഇപ്പോൾ അലുവയും മത്തിക്കറിയൊക്കെ പോലെയാണ്. ഓക്കെ, ദിസ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ആൻഡ് കോൺട്രഡിക്ടറി കരിക്കുലം. ഓക്കെ, ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ക്ലാഷ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ആയുർവേദം എന്നുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈ ത്രിദോഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ത്രിദോഷ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ എനർജി ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ എനർജി ആണെന്നാണ് പറയുന്നത്. ഈ വട, പിത, കബ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വധ എന്നുള്ളത് ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു ഫങ്ഷൻസോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഗവേൺസ് ദി മൂവ്മെന്റ് ആൻഡ് സർക്കുലേഷൻ ആൻഡ് നെർവസ് സിസ്റ്റം ഫങ്ഷൻസ്. ഓക്കെ, ഇതാണ് വട. അതേപോലെ പിത എന്നുള്ളത് ഒരു മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, ഡൈജഷൻ, അതേപോലെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒക്കെ ഇതിൽ പെടും. അതേപോലെ തന്നെ ഈ കബ എന്നുള്ളത് ആ ഒരു ബോഡിയിലുള്ള ആ ഒരു സ്ട്രക്ചറും ലൂബ്രിക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ബോഡിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി സെറ്റാക്കുന്നത് ഈ കബയാണ്. സോ ആയുർവേദ പ്രകാരം understanding and balancing these three doshas, it is very crucial for maintaining overall well-being.
ഓക്കെ, അതേപോലെ തന്നെ ഈ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിലും ഇതിന് വളരെയധികം വലിയ റോൾ ഉണ്ട് എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ മോഡേൺ മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ഈ ജേം തിയറി ആൻഡ് ഓൾ. സോ ഈ രണ്ട് സിസ്റ്റംസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേ ഡോണ്ട് മാച്ച് അല്ലേ, ദേ ആർ ഇറ്റ് ഈസ് ട്രൈങ് ടു ഫുള്ളി മെർജ് ദം വിത്ത്. സോ ഇത് ലൈക്ക് ഇപ്പം നമ്മളിത് രണ്ടും കൂടി കംപ്ലീറ്റ് ആയിട്ട് മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ സയന്റിഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഈ ഹെൽത്ത് പോളിസിയിലും ഈ ട്രഡീഷണൽ മെഡിസിൻസിലുള്ള ഗവേണൻസ്, അതേപോലെ ഒരു ഫെഡറൽ റെഗുലേഷൻ, ഇതൊക്കെ GS പേപ്പർ 2 വരുന്ന ഓരോ കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ഒരു മെഡിക്കൽ എത്തിക്സ്, അതേപോലെ പബ്ലിക് ട്രസ്റ്റും പേറ്റന്റ് റൈറ്റ്സും ഒക്കെ എത്തിക്സിൽ നമുക്ക് കൊണ്ടുവരാം. SI പേപ്പറിൽ ഈ അതേപോലെ ട്രഡീഷണൽ മെത്തേഡും സയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇന്ത്യയിലുള്ള ഒരു ഹെൽത്ത് കെയറും ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള ഈ ഒരു മെഡിസിൻസ് ആയുർവേദ അല്ലെങ്കിൽ ഈ യുനാനി ഡോക്ടേഴ്സിന് അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഇതുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഷുഡ് ആയുർവേദ ആൻഡ് യുനാനി ഡോക്ടേഴ്സ് ബി അലൗഡ് ടു ഗീവ് മോഡേൺ മെഡിസിൻസ് ലൈക്ക് ആൻറ്റിബയോട്ടിക്സ് എന്നുള്ളതും ഇവിടെ വരുന്നൊരു മെയിനായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഒരുപാട് ഈ ട്രഡീഷണൽ പ്രാക്ടീഷണേഴ്സ് അവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ സിസ്റ്റമാണ് ബെറ്റർ എന്നുള്ളതാണ്. ഈ ആയുർവേദ ആണെങ്കിലും യുനാനി ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അലോപ്പതിയേക്കാളും ബെറ്റർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അവർക്ക് മോഡേൺ ഡ്രഗുകൾ വേണം. ഓക്കെ, ദേ സ്റ്റിൽ വാണ്ട് ടു യൂസ് മോഡേൺ ഡ്രഗ്സ് ഇൻ പ്രാക്ടീസ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ മെഡിക്കൽ ഇഷ്യൂ. ഇവിടെ ഒരു ലീഗൽ, എത്തിക്കൽ, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ കൂടിയാണിത്. ഓക്കെ, ഇവിടെ ഒരു ലീഗൽ ഒരു ലൂപ്പ് ഹോൾ എടുക്കുന്ന സമയത്ത് ഈ ദി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 റൂൾ 2 പ്രകാരം ഇറ്റ് ലെറ്റ്സ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് allow non-MBBS practitioners to prescribe modern medicines. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില സ്റ്റേറ്റ്സിൽ ഈ ആയുഷ് ഡോക്ടേഴ്സ് ഇവർ ഈ ആൻറ്റിബയോട്ടിക്സും അതേപോലെ ഈ പെയിൻ കില്ലേഴ്സും ഒക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. 1998 ഡോക്ടർ മുക്തിയാർ ചന്ദ് കേസ്, അതായത് അതിൽ സുപ്രീം കോർട്ട് കോടതി പറഞ്ഞു ഈ ആയുഷ് ഡോക്ടേഴ്സിന് മോഡേൺ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ ഒരു മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ കോർ പാർട്ട് ഓഫ് അലോപ്പതിക് പ്രാക്ടീസ് അല്ലേ. സോ ഈ ഒരു ആയുഷ് ഡോക്ടേഴ്സ് ഒന്നും ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഓക്കെ, ദേ ആർ നോട്ട് ട്രെയിൻഡ് ഇൻ ദാറ്റ് സിസ്റ്റം. പക്ഷെ ചില സംസ്ഥാനങ്ങൾ ദേ കണ്ടിന്യൂ അലൗവിങ് ഇറ്റ് യൂസിങ് ദി ഓൾഡ് റൂൾ ആസ് എ ലൂപ്പ് ഹോൾ. ഇതൊരു ഓൺഗോയിങ് ലീഗൽ ബാറ്റിലാണ്. അതായത് നമ്മുടെ IMA അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവരിപ്പോഴും ഈ ഒരു സ്റ്റേറ്റ് ഓർഡേഴ്സിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോടതികൾ അതിന് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, IMA പറയുന്ന കാര്യങ്ങളൊന്നും വകവെക്കുന്നില്ല കോടതികൾ, ചില സംസ്ഥാനങ്ങളിലെ കോടതികൾ. Okay, so chala patients they have even sued these Ayush doctors for pretending to be MBBS qualified. Okay, ഒരു ക്ലിനിക്കും തുറന്ന് മറ്റേ വെള്ള കോട്ട് ഇട്ടിട്ട് ഡോക്ടറാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടിരിക്കുന്നത് ഈ ആയുഷ് ഡോക്ടേഴ്സ്. ഓക്കെ, അതിനെതിരെ ചില പേഷ്യൻസ് അവർ സ്യൂ ചെയ്തിട്ടുണ്ട് ഫോർ പ്രിറ്റൻഡിങ് ടു ബി MBBS ക്വാളിഫൈഡ്. 2020 ഒരു സർജറി കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഈ ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, PG ഉള്ള ആയുർവേദിക് ഡോക്ടേഴ്സിന് ഈ ചെറിയ മൈനർ സർജറീസ് ചെയ്യാം, 58ഓളം ചെറിയ മൈനർ സർജറീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദി ഗവൺമെന്റ് അലൗഡ് PG ആയുർവേദിക് ഡോക്ടേഴ്സ് ടു പെർഫോം 58 മൈനർ സർജറീസ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ സർജറി നമുക്കറിയാം, സർജറിക്ക് വേണ്ടത് ഈ മോഡേൺ ടൂൾസും അതേപോലെ ആന്റിബയോട്ടിക്സ് നമുക്ക് വേണ്ടി വരും, അനസ്തേഷ്യ നമുക്ക് വേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനത്തെയുള്ള മേഖലകളിലൊന്നും ഈ ആയുഷ് ഡോക്ടേഴ്സ് ട്രെയിൻഡ് അല്ല. അനസ്തേഷ്യ ഒക്കെ നമുക്കറിയാം, അനസ്തേഷ്യ ഒക്കെ ഒരു പരിധിക്ക് അപ്പുറം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം കോമയാണ്. ഓക്കെ, സോ മോഡേൺ ഡോക്ടേഴ്സ് വറി ദിസ് റിസ്ക്സ് പേഷ്യന്റ് സേഫ്റ്റി. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രാക്ടീസ് ഇവരുടെ ഈ ഒരു ആയുഷ് ഡോക്ടേഴ്സിന്റെ ഈ ഒരു പരിപാടി കോടതി അലൗ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഷോർട്ടേജ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി റൂറൽ ഏരിയാസിലൊക്കെ നമുക്കറിയാമല്ലോ ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ കൂടി ആൾക്കാർ മരിക്കും. ഓക്കെ, it also put millions of life at risk if practitioners aren't properly trained in modern science.
സോ ചില ആൾക്കാർ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ നോക്കുന്ന സമയത്ത് ചില ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളിലൊക്കെ സർജറിയെ പറ്റിയിട്ടുള്ള മെൻഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ്. ഓക്കെ, സോ ആയുർവേദിക് ഡോക്ടേഴ്സും ഈ ഒരു സർജറി ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഹിന്ദുത്വ ഇൻഫ്ലുവൻസ് ആണ്. സോ ദിസ് ആർഗ്യുമെന്റ് ഈസ് ഗെയിനിങ് സ്ട്രെങ്ത് നൗ. ഓക്കെ, വിത്ത് ദീസ് ഹിന്ദുത്വ ഇൻഫ്ലുവൻസ്, it is making it a very sensitive topic. So the court may face pressure to accept cultural claims over scientific safety. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹിന്ദു പ്രൈഡ് നെറേറ്റീവ് വരുന്നുണ്ട്. അതായത് ഈ ആയുർവേദിക്കുള്ള ഈ ഒരു സപ്പോർട്ട് ഇതിനെ ഒരു നാഷണലിസ്റ്റിക് ക്ലെയിംസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അബൌട്ട് ദി ഇന്ത്യാസ് ഏൻഷ്യൻ സയന്റിഫിക് അച്ചീവ്മെന്റ്സ്. ഇതിന്റെ എക്സാമ്പിളായിട്ടൊക്കെ അവർ പറയുന്നത്, ഇപ്പോൾ കൗരവാസിനൊക്കെ നമുക്കറിയാലോ, കൗരവാസൊക്കെ ടെസ്റ്റ് ട്യൂബ് ബേബീസ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബേബീസ് ആണ് കൗരവാസ്. അതേപോലെ ഈ നമ്മുടെ ഈ പുഷ്പ വിമാനമൊക്കെ ഉണ്ടല്ലോ, ഏൻഷ്യൻ എയർക്രാഫ്റ്റ്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതിനൊരു എവിഡൻസ് ആയിട്ട്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്. ഓക്കെ, സോ ദി സപ്പോർട്ട് ഫോർ ആയുർവേദ ഇറ്റ് ഈസ് ഓഫൻ ലിങ്ക്ഡ് വിത്ത് ദി നാഷണലിസ്റ്റിക് ക്ലെയിംസ് അബൌട്ട് ഇന്ത്യാസ് ഏൻഷ്യൻ സയന്റിഫിക് അച്ചീവ്മെന്റ്സ്. സോ ദിസ് മേക്സ് ദി ആയുർവേദ ഡിബേറ്റ് ഇമോഷണലി ആൻഡ് പൊളിറ്റിക്കലി സെൻസിറ്റീവ്. ഓക്കെ, സയൻസിന് അപ്പുറത്ത് അതിന് ഇങ്ങനൊരു ആംഗിൾ കൂടി ഉണ്ട്. അതേപോലെ ഇവിടെ BJP ആണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ക്രോസ് പാർട്ടി പൊളിറ്റിക്കൽ സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. BJPയും കോൺഗ്രസും ദേ സപ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് ട്രഡീഷണൽ മെഡിസിൻസ്. ഓക്കെ, അതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒക്കെ ആണ്. ഓക്കെ, ആ ഒരു കൾച്ചറൽ പ്രൈഡും പിന്നെ both BJP and Congress support traditional medicines to appeal or to cultural pride and voters' emotions. Okay, ആൾക്കാരുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പഴയ ചരിത്രവും അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വോട്ട് വാങ്ങിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. 2024 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് ദേ ഈവൻ പ്രോമിസ് ടു സപ്പോർട്ട് ഓൾ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. ഓക്കെ, മോഡേൺ സിസ്റ്റം മാത്രമല്ല, അതാണ് നോക്കേണ്ടത്. മോഡേൺ സിസ്റ്റം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മെഡിസിൻസിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് 2024 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു പോളിസി ഇമ്പാക്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബിക്കോസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ കൺസെൻസസ് ദി ഗവൺമെന്റ് നൗ പ്ലാൻസ് ടു ഇൻക്ലൂഡ് ദി ആയുഷ് ട്രീറ്റ്മെന്റ്സ് അണ്ടർ ദി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മുടെ പൈസ അല്ലെങ്കിൽ ടാക്സ്, പബ്ലിക് മണി, ഇറ്റ് വിൽ ബി യൂസ്ഡ് ടു കവർ നോൺ എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഇത് ആൾക്കാരുടെ മറ്റേ എന്താ പറയാ, ആരോഗ്യം വഷളാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്തിനെ ദിസ് ക്യാൻ എൻഡേഞ്ചർ പബ്ലിക് ഹെൽത്ത് അല്ലേ, ഇഫ് ട്രീറ്റ്മെന്റ്സ് ആർ നോട്ട് സയന്റിഫിക്കലി വാലിഡേറ്റഡ്. സോ 20,000 കോടിയുടെ അടുത്ത് ആയുഷ് റിസർച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ആയുഷ് റിസർച്ചിൽ 20,000 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി വളരെ കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് തന്നെ കാണിക്കുന്നത് ദി പോളിസി ഈസ് ബീങ് ഡ്രിവൺ ബൈ പൊളിറ്റിക്സ് ആൻഡ് ഐഡന്റിറ്റി. ഓക്കെ, നോട്ട് ബൈ സയൻസ് ഓർ റിസൾട്ട്. GS പേപ്പർ 2 ഹെൽത്ത് പോളിസിയും ഈ പബ്ലിക് സ്പെൻഡിങ്, അക്കൗണ്ടബിലിറ്റി, അതേപോലെ പക്ക ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ GS പേപ്പർ 2 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്സിൽ, ഓക്കെ, ഓഫ്കോഴ്സ് എത്തിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പബ്ലിക് ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദി പബ്ലിക് ഗുഡ് ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. ഓക്കെ, അതേപോലെ ഈ ഒരു പോളിസി മേക്കിങ്ങിലുള്ള ആ ഒരു സയന്റിഫിക് ഇന്റഗ്രിറ്റി. ഓക്കെ, സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഇന്ത്യ ഹാസ് വേൾഡ്സ് ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ലം ക്ലസ്റ്റേഴ്സ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയ. സോ ഇത് GS പേപ്പർ 1 അർബണൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ, പോപ്പുലേഷൻ, അതേപോലെ സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ GS പേപ്പർ 1 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഫ്ലഡ് പ്രോൺ ഏരിയാസിലുള്ള ആ ഒരു സ്ലമ്മുകളുടെ ആ ഒരു വളർച്ച, ഇപ്പോൾ മുംബൈ, ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിലൊക്കെ നമുക്കിത് കാണാം. അതായത് ഈ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബൺ ഗ്രോത്ത്. ഓക്കെ, പിന്നെ ഈ റൂറൽ വേഴ്സസ് ദി അർബൺ വൾണറബിലിറ്റീസ് അക്രോസ് റീജിയൻസ്. ഓക്കെ, ലൈക്ക് ഇന്ത്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ഓൾ. ജെൻട്രിഫിക്കേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ദി അതായത് വളരെ പാവപ്പെട്ട ആൾക്കാർ അവരെ ഈ ഒരു റിസ്കി സോൺസിലോട്ട് മാറ്റുകയാണ് ഡ്യൂ ടു ദി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്. GS പേപ്പർ 2 ഗവർണൻസും വെൽഫെയർ പരിപാടികളും SDGs, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളൊക്കെ വരുന്നുണ്ട്. SDG ആയിട്ടുള്ള ലിങ്കേജ് ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ദർ ഇസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഗോൾസ് ലൈക്ക് നോ പോവർട്ടി എന്നുള്ളത് SDG 1 ഗോളാണല്ലേ.
അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 6 അത് ക്ലീൻ വാട്ടർ സാനിറ്റേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. SDG 11 സസ്റ്റൈനബിൾ സിറ്റീസ്, ക്ലൈമറ്റ് ആക്ഷൻ SDG 13. സോ ഇതൊക്കെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, സോ ദി എക്സിസ്റ്റിംഗ് റിസ്ക് മാനേജ്മെന്റ് ഇറ്റ് ഈസ് ലൊക്കേഷൻ ബേസ്ഡ്, അത് പീപ്പിൾ സെൻട്രിക് അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് പോളിസി ക്രിട്ടിക് നമുക്കിവിടെ പറയാൻ സാധിക്കും. ഓക്കെ, അത് GS പേപ്പർ 2 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇവിടെ ഒരു ഗവർണൻസിൻ്റെ ഒരു ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദർ ഇസ് എ ലാക്ക് ഓഫ് സ്ലം മാപ്പിംഗ്, ഇൻഷുറൻസ് ആൻഡ് പബ്ലിക് സർവീസസ് ഇൻ ഫ്ലഡ് സോൺസ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്ലാനിങ്ങും അതേപോലെ പ്രാക്ടീഷണറി ഗവർണൻസും സ്കിൽ ബിൽഡിംഗ് സ്കീംസും ഒക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഒരു റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ അതെല്ലാം നിങ്ങളുടെ ആൻസറിലോട്ട് കൊണ്ടുവരണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം GS പേപ്പർ 3 വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലും നമ്മുടെ 3rd പേപ്പറിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഫ്ലഡ് വൾണറബിലിറ്റി മാപ്പിംഗ് ആൻഡ് ഓൾ, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പുകൾ, അതായത് ഈ ഡ്രെയിനേജ്, ഹൗസിംഗ്, വേസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഇതെല്ലാം സ്ലമ്മുകളിലുള്ള ഈ ഒരു ഡ്രെയിനേജും ഹൗസിംഗ്, വേസ്റ്റ് സിസ്റ്റം, ഇതിലുള്ള പോരായ്മകളും, ദ നീഡ് ഫോർ ക്ലൈമറ്റ് റെസിലിയന്റ് അർബൻ പ്ലാനിങ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഫ്ലഡിങ്ങോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. പ്രത്യേകിച്ച് സ്ലംസിലുള്ള ഫ്ലഡിങ്ങോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. സോ ഫ്ലഡിങ് എന്നുള്ളത് ഇതൊരു വലിയ ഗ്ലോബൽ പ്രോബ്ലം ആണ്. 2024 മൂഡീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം 2.3 ബില്യൺ ആൾക്കാർ അറൗണ്ട് ദ വേൾഡ് ദേ ഫേസ് ഫ്ലഡിങ് എവറി ഇയർ. അതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. ഓക്കെ, ഇന്ത്യ ഈസ് ഹൈലി വൾണറബിൾ. 600 മില്യൺ ആൾക്കാർ, അതായത് മോർ ദാൻ 600 മില്യൺ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ അറ്റ് റിസ്ക്. ഓക്കെ, അത് ചിലപ്പോൾ ഇൻലാൻഡ് ഫ്ലഡ് കൊണ്ടാവാം, അതായത് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സ് എന്നുള്ള ഫ്ലഡ് കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റൽ ഫ്ലഡ് കടലെന്നുള്ളത് കൊണ്ടാവാം. ഓക്കെ, സോ ഇന്ത്യ ഈസ് ഹൈലി വൾണറബിൾ. നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഒരു ഡാറ്റ ഇല്ല. അതായത് വളരെ ദരിദ്രം പിടിച്ച കൺട്രീസിൽ, ദരിദ്രം ഉള്ള കൺട്രീസിൽ, അതായത് ഇൻ പൂറർ കൺട്രീസ്, എസ്പെഷ്യലി ഇൻ ഗ്ലോബൽ സൗത്ത് ലൈക്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, നൈജീരിയ. Okay, they don't have detailed map to show which slum or poor areas are most at risk. Okay, so പുതിയ സൊല്യൂഷൻസ് പറയുന്നത്, അതായത് there is a study in Nature Cities. 2024 ജൂലൈയിൽ വന്ന ഈ ഒരു സ്റ്റഡിയാണ് നേച്ചർ സിറ്റീസ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഇൻ നേച്ചർ സിറ്റീസ്. സോ അത് സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദേ ലുക്ക് അറ്റ് സ്ലംസ് ഇൻ 129 കൺട്രീസ്. എന്നിട്ട് ഇവർ 343 റിയൽ ഫ്ലഡ് ഇവൻസുമായിട്ട് അതിനെ മാച്ച് ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്ഡ് us ടു ഐഡന്റിഫൈ വിച്ച് പൂർ കമ്മ്യൂണിറ്റീസ് ആർ ഇൻ ഡേഞ്ചർ. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ പ്ലാനിങ്ങും പ്രൊട്ടക്ഷനും നമുക്ക് കൊടുക്കാൻ ഒരു ഇതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഓക്കെ, സോ ദാറ്റ് ബെറ്റർ പ്ലാനിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ക്യാൻ ഹാപ്പൻ. സോ പുതിയ സ്റ്റഡീസ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു ഫിൽ ദി ഡാറ്റ ഗ്യാപ്പ് ഓൺ ഫ്ലഡ് റിസ്ക് ഇൻ സ്ലം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ വേർ മില്യൺസ് ലീവ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്. സോ ഇന്ത്യയും ആ ഒരു സ്ലം ഫ്ലഡ് റിസ്ക് എടുക്കുമ്പോൾ ഇന്ത്യ ഈസ് നമ്പർ 1. ഓക്കെ, ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ലം ഡ്വെല്ലേഴ്സ്. ഓക്കെ, സോ ആ ഒരു സ്ലമ്മിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് എസ്പെഷ്യലി ഒരു പ്രളയം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ലം ഡ്വെല്ലേഴ്സ് ലിവിങ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്. ഏകദേശം ഒരു 158 മില്യൺ ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റഷ്യയുടെ ഒക്കെ ഒരു ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ റഷ്യയുടെ ടോട്ടൽ പോപ്പുലേഷനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ചേരികളിൽ, അതും വെറും ചേരികളിലല്ല, ഈ ഫ്ലഡ് വരാൻ ചാൻസ് ഉള്ള ചേരികളിൽ മാത്രം ജീവിക്കുന്നുണ്ട് ഇന്ത്യയിലെ കണക്കനുസരിച്ച്. ഓക്കെ, ഈ ഗംഗ ഡെൽറ്റ റീജിയൻ ഉണ്ടല്ലോ, ഈ വെസ്റ്റ് ബംഗാളിന്റെ ബീഹാറിന്റെ ഒക്കെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ. സോ ദേ ആർ ദി മോസ്റ്റ് വൾണറബിൾ സ്ലംസ് ടു ഫ്ലഡ്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതേപോലെ ആഫ്രിക്കയിലെ ഈ റവാണ്ട, മൊറോക്കോ പോലുള്ള സ്ഥലങ്ങൾ, ആഫ്രിക്കയിലുള്ള ആ സ്ഥലങ്ങൾ, അതേപോലെ ഈ റിയോ കോസ്റ്റ്, ബ്രസീലിലുള്ള റിയോ കോസ്റ്റ്, they also have many slums in flood prone areas.
ഓക്കെ, സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ നോർത്തേൺ ഇന്ത്യ ഇറ്റ് റാങ്ക്സ് ഫസ്റ്റ്. ഓക്കെ, നമ്മുടെ നോർത്തേൺ ഇന്ത്യയാണ് ടോപ്പിൽ നിൽക്കുന്നത് ഗ്ലോബലി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് സ്ലം ഡ്വെല്ലേഴ്സ് എക്സ്പോസ്ഡ് ടു ഫ്ലഡ്സ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസ് അത്ര മോശമൊന്നുമല്ല. ഓക്കെ, അവർ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സോ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്ലോബൽ സൗത്ത്, ഓക്കെ, ഗ്ലോബൽ സൗത്തിന്റെ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബൌട്ട് 1 out of every 3 സ്ലംസ്, ഓക്കെ, 33% ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ഫ്ലഡ് റിസ്ക് ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് അറൌണ്ട് 445 million people in over 67,000 സ്ലം ക്ലസ്റ്റേഴ്സ്. അതേപോലെ ഈവൻ ദോ ഈ ഒരു ഫ്ലഡ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ ദേ ആർ സ്റ്റിൽ അലൗവിങ് ലാർജ് സ്ലം സെറ്റിൽമെന്റ് ടു ഗ്രോ ഇൻ റിസ്കി ഏരിയാസ് ലൈക്ക് റിവർ ബാങ്ക് ആൻഡ് കോസ്റ്റ്. സോ ദിസ് ഷോസ് പുവർ പ്ലാനിങ് ആൻഡ് പോളിസി ഫെയിലിയർ. ഓക്കെ, അർബനൈസേഷനും റീജിയണൽ ജോഗ്രഫിയൊക്കെ GS പേപ്പർ 1 വരുന്നതാണ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് GS പേപ്പർ 3. ഓക്കെ, അതിലൊക്കെ നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത്. അതേപോലെ ഈ സോഷ്യൽ ജസ്റ്റിസ് എത്തിക്സിലെ അത് സോഷ്യൽ ജസ്റ്റിസും ഈ ദി വൾണറബിലിറ്റി ഓഫ് ദ പുവർ ആൻഡ് ഓൾ യു ക്യാൻ ലിങ്ക് ദാറ്റ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് സെറ്റിൽമെന്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ റീജിയൻസിലാണ്. ഓക്കെ, ഹൈലി അർബൺ ആണ്. അവിടെ 80% ആൾക്കാർ ജീവിക്കുന്നത് സിറ്റീസിലാണ്. ഓക്കെ, ആൻഡ് 60% ഓഫ് സ്ലംസ് ആർ ഇൻ അർബൻ സോൺസ്. അതേപോലെ ഈ ഒരു സബ് സഹാറൻ ആഫ്രിക്കൻ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി റൂറൽ ആണ്. അതായത് 60% സ്ലമ്മുകൾ ദർ ഇൻ വില്ലേജ് ഓർ സ്മോൾ ടൗൺസ്. ഇന്ത്യയുടെ കാര്യം എടുക്കുമ്പോൾ 40% സ്ലം ഡ്വെല്ലേഴ്സ് ദ ലിവ് ഇൻ സിറ്റീസ് ഓർ സബേർബ്സ്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ ഈ സെമി റൂറൽ അല്ലെങ്കിൽ ഒരു പെരി അർബൺ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു പ്രശ്നമാണ്, ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലഡ് പ്ലെയിൻസിൽ കൊണ്ടുപോയിട്ട് സെറ്റിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവിടുത്തെ സ്ഥലത്തിന് വില ഉണ്ടാവില്ലല്ലോ. വളരെ ചീപ്പായിട്ടുള്ള ലാൻഡ് ആയിരിക്കും. അതായത് ഈ ഫ്ലഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ദി കോസ്റ്റ് വെരി ലെസ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് വെരി റിസ്കി. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. പിന്നെ സിറ്റി ജോബ്സ് ആൻഡ് സർവീസസ്, അതായത് വളരെ പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പുവർ ഫാമിലീസ് ദേ വാണ്ട് ടു ബി ക്ലോസ് ടു വർക്ക് അല്ലേ. അതേപോലെ ഈ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അപ്പോൾ സിറ്റീസിലുള്ള ഇങ്ങനത്തെ സാധനങ്ങളുടെ അടുത്താണ് ഇവര് മോസ്റ്റ്ലി സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ധാരാവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ് അല്ലേ. മുംബൈ സിറ്റിയുടെ അത്ര ഒരു കോർ ഏരിയയിലാണ് ആ ഒരു സ്ലം ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ഇഗ്നോർഡ് ബൈ ദി ബിൽഡേഴ്സ്. റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഈ ഒരു വളരെ റിസ്ക് ആയിട്ടുള്ള ഈ ഒരു ഫ്ലഡി സോൺസ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒരു ഇൻഫോർമൽ സെറ്റിലേഴ്സ് ലൈക്ക് ഈ സ്ലം റെസിഡൻസ് ദേ ആർ ഓഫൻ മൂവിങ് ഇൻ. ഓക്കെ, ഇൻ ദീസ് കൈൻഡ് ഓഫ് സോൺസ്. അതേപോലെ ഈ വാട്ട് ആർ ദീസ് ഹോംസ് ലൈക്ക്, വളരെ ബേസിക് ആയിട്ടുള്ള ഷെൽട്ടറാണ്. അത് ടിൻ ഷീറ്റുകളും പ്ലാസ്റ്റിക് ടാർപോളിൻസും ഒക്കെ കൊണ്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി അവിടെ അവരാ ഒരു വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു ഹോം, അവരുടെ ആ ഒരു ഇത് അവരുണ്ടാക്കുന്നത് മോസ്റ്റ്ലി വേറൊരാളുടെ സ്ഥലത്തായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ലാൻഡ് ഓണേഴ്സിന്റെ സ്ഥലത്തായിരിക്കും ഇവരിങ്ങനെ കൊണ്ടുവന്ന ഒരു ബേസിക് ഷെൽട്ടർ ഫെസിലിറ്റി അവർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷീറ്റുകൾ ഉപയോഗിച്ചും പ്ലാസ്റ്റിക് ടാർപോളിൻസ് ഉപയോഗിച്ചും ടെന്റുകളൊക്കെ ആയിട്ടാണ് അവർ ഇരിക്കുന്നത് അല്ലേ. So often they pay rent to private landowners through middlemen or contractors. ഈ സ്ലം ഡ്വെല്ലേഴ്സ് ദേ ആർ 32% മോർ ലൈക്ലി ടു ലിവ് ഇൻ ഫ്ലഡ് പ്ലെയിൻസ്. ഓക്കെ, സിംപ്ലി ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ലാൻഡ് അവിടെ ചീപ്പായതുകൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ മുംബൈ, ബാംഗ്ലൂർ, ജക്കാർത്ത പോലുള്ള കുറച്ച് സിറ്റീസ് ദേ ഹാവ് എ സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ സ്ലം ആൻഡ് ഫ്ലഡ് ഡേഞ്ചർ. ഓക്കെ, ഈ വളരെ പൈസയുള്ള ആൾക്കാരെ വെൻ ദേ മൂവ് ഇൻ ആൻഡ് ഈ ഒരു ഡെവലപ്പേഴ്സ് ദേ ബിൽഡ് മോൾസ് ഓർ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. സോ അവർ ആ ഒരു പാവപ്പെട്ട ആൾക്കാരെ ദേ പുഷ് ഔട്ട് ദീസ് പുവർ കമ്മ്യൂണിറ്റീസ്. സോ ഇങ്ങനെയുള്ള പുവർ ഫാമിലീസ് ദേ എൻഡ് അപ്പ് ഇൻ ഈവൻ മോർ ഡേഞ്ചറസ് അല്ലെങ്കിൽ ഫ്ലഡ് പ്രോൺ ഏരിയാസിൽ ചെന്നിട്ടാണ് ഇവര് സെറ്റിൽ ആവുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. സോ ഇത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം മാറ്റർ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ SDGsuമായിട്ട് ഡയറക്റ്റ്ലി ഉള്ള ആ ഒരു ലിങ്കാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സ്ലം ഡ്വെല്ലേഴ്സിനെ പ്രളയത്തിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലഡുകളിൽ നിന്നും അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ SDG ഗോൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ SDG ഗോൾസിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് വി റിസ്ക് ഫോളോയിങ് മൾട്ടിപ്പിൾ SDGs. ഈ നോ പോവർട്ടി,
സീറോ ഹങ്കർ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ഇതേപോലത്തുള്ള SDGsനൊക്കെ നമ്മൾ വി ആർ ഫെയിലിംഗ് മൾട്ടിപ്പിൾ SDGs അല്ലേ, നമ്മൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഡുലേഴ്സിനെ ഫ്രം ഫ്ലഡ്സ്. ഇപ്പോൾ കറണ്ട് പോളിസീസിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റിസ്കി ലൊക്കേഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദി ഗവൺമെന്റ് ഓഫൺ ഫോക്കസ് ഓൺലി ഓൺ റിസ്കി ലൊക്കേഷൻസ്. ഓക്കെ, അവർ ആ ഒരു വൾണറബിൾ പീപ്പിളിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഹ്യൂമൻ ഫോക്കസ്ഡ് സൊല്യൂഷൻസ് ആണ്. നമുക്ക് വേണ്ടത് ബെറ്റർ ഹൗസിംഗ് സർവീസസ് ആൻഡ് ജോബ് സപ്പോർട്ടാണ് ഫോർ പീപ്പിൾ ലിവിങ് ഇൻ ഫ്ലഡ് സോൺസ്. വളരെ പൂറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സ്ലമ്മുകളിൽ ഓക്കെ വളരെ മോശം ഡ്രെയിനേജ് ഫെസിലിറ്റിയും വളരെ അൺസേഫ് ആയിട്ടുള്ള ഹൗസിങ്ങും വളരെ വീക്ക് സാനിറ്റേഷൻ സിസ്റ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദീസ് മേക്ക് ഫ്ലഡ് മച്ച് വേഴ്സ് വെൻ ദേ ഹിറ്റ് സ്ലം ഏരിയാസ്. ഇപ്പോൾ ആൾക്കാരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ലെവലും വരുമാനവും ഇൻഷുറൻസിലോട്ടുള്ള അവരുടെ ആക്സസും ഇറ്റ് ക്യാൻ റിഡ്യൂസ് ഓർ വേഴ്സൺ ദെയർ ഫ്ലഡ് റിസ്ക്. ഓക്കെ, സോ എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തുകൊണ്ടാണ് അവിടെ മാറ്റർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഗവൺമെന്റും ഇൻഷുറൻസ് സിസ്റ്റവും ദേ പ്ലേ എ വെരി ബിഗ് റോൾ ഇൻ പ്രൊട്ടക്ടിങ് വൾണറബിൾ പീപ്പിൾ. അപ്പോൾ ഗവൺമെന്റ് ഈ കമ്മ്യൂണിറ്റീസുമായിട്ട് കുറച്ചും കൂടി ഒപ്പം വർക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ദേ മസ്റ്റ് ബിൽഡ് റിസീലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, കുറച്ചും കൂടി ബെറ്റർ ഡ്രെയിനേജ് സിസ്റ്റവും വേസ്റ്റ് സിസ്റ്റവും ടോയ്ലറ്റുകളൊക്കെ അവർ പണിത് കൊടുക്കാൻ ശ്രമിക്കണം. ആൻഡ് ദേ മസ്റ്റ് ക്രിയേറ്റ് ജോബ്സ്. അവരാൾക്കാരെ ട്രെയിൻ ചെയ്യണം ടു വർക്ക് ഇൻ ദീസ് എസെൻഷ്യൽ സെക്ടേഴ്സ്. നമുക്ക് AI-യും അതേപോലെ സാറ്റലൈറ്റ് ടെക്നോളജിയൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ ഒരു മെഷീൻ ലേണിങ്ങും സാറ്റലൈറ്റ് ഡാറ്റയിലൂടെയും നമുക്ക് ഈ ഒരു സ്ലം ഫ്ലഡ് റിസ്ക് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ ഇങ്ങനത്തെ ടെക്നോളജികൾക്ക് ഈ ഒരു പ്രളയം വരുന്നത്, സ്ലമ്മുകളിലുള്ള ഈ ഒരു പ്രളയം വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ട്രാക്കിംഗ് ദി സ്ലം ഗ്രോത്ത്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് മൈഗ്രേഷൻ പാറ്റേൺസ്. സോ ഈ ഒരു പഠനം പറയുന്നത് ഇറ്റ് സ്ട്രെസ്സസ് ദാറ്റ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ മസ്റ്റ് ബി ഫെയർ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റിയിലാണ് വൈൽ അഡാപ്റ്റിംഗ് ടു ഫ്ലഡ്സ്, എസ്പെഷ്യലി ഇൻ അർബൻ ഏരിയാസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് ലൈക്ക് ഇന്ത്യ, നൈജീരിയ ആൻഡ് ബ്രസീൽ. സോ ഇത് നമ്മുടെ ഓപ്പറേഷൻ മഹാദേവനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ്. സോ ഇത് നടന്നത് ലിഡ്വാസ് ഏരിയയിലാണ്, ശ്രീനഗറിനടുത്ത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് നടന്നത്. 3 തീവ്രവാദികളെ നമ്മൾ വധിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് തോക്കുകളും ഗ്രനേഡ്സും പിന്നെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള US-ന്റെ കുറച്ച് വെപ്പൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് പാർട്ട് ഓഫ് റെഗുലർ കൗണ്ടർ ടെററിസം എഫേർട്സ് ഇൻ ദാറ്റ് ഏരിയ. ഇന്റലിജൻസിന് വിവരം കിട്ടിയിരുന്നു, അതായത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസിന് വിവരം കിട്ടിയിരുന്നു. അതായത് അവിടുന്ന് കുറച്ച് സസ്പീഷ്യസ് മെസ്സേജസ് ഈ ഒരു ഡച്ചിങ്കാം ഫോറസ്റ്റ് നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു എന്ന ഒരു മെസ്സേജ് അവർക്ക് കിട്ടി. ആൻഡ് there was a possible movement of foreign terrorist linked to the Pahalgam terror attack. ഓക്കെ, സോ അവർക്കത് മനസ്സിലായി. നമ്മുടെ പെഹൽഗാമിൽ നടന്ന ആ ഒരു ആക്രമണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ ആ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള 2 വില്ലേജസ്, ദാര ഹാർവാൻ എന്നും പറയുന്ന വില്ലേജിലെ ആൾക്കാർ പറഞ്ഞു അവിടെ കുറച്ച് സ്ട്രേഞ്ചേഴ്സിനെ ഒരു ഈയിടെയായിട്ട് കാണുന്നുണ്ടെന്ന് അതോറിറ്റീസിനെ അവർ ഇൻഫോം ചെയ്തിരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മുടെ ഫോഴ്സസ് ആരൊക്കെയെന്ന്, ഒന്ന് ഈ 24 രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന നമ്മുടെ ആർമിയുടെ ഒരു വിങ്, അവരും പിന്നെ പാരാമിലിറ്ററി ഫോഴ്സസും CRPF-ഉം ജമ്മു ആൻഡ് കാശ്മീരിലുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഓക്കെ, സോ ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായത് ഏകദേശം ജൂലൈ 28-ാം തീയതി 11 മണിക്കാണ്, രാവിലെ 11 മണിക്കാണ്. ഓക്കെ, സോ ദി ലൊക്കേഷൻ ഇറ്റ് വാസ് ഇൻസൈഡ് എ camouflage hideout in ലിഡ്വാസ് ഫോറസ്റ്റ്. വളരെ ക്വിക്കായിട്ടുള്ള ഇന്റൻസ് ഗൺ ഫൈറ്റ് അവിടെ നടന്നു. 3 തീവ്രവാദികളെ നമ്മൾ വധിച്ചിട്ടുണ്ട്. എല്ലാവരും പാകിസ്ഥാൻ നാഷണൽസ് ആണ്. ഓക്കെ, ഇവര് ലഷ്കർ ഇ തായ്ബയുടെ ആൾക്കാരാണ്. ആൻഡ് ഇവർക്ക് ഈ പെഹൽഗാം അറ്റാക്കിലുള്ള ഈ ഒരു റോള്, അതായത് പുറത്തേക്ക് വന്ന വിവരം അനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു ദി ഇൻവെസ്റ്റിഗേഷൻ ദർ ഈസ് എ പോസിബിൾ റോൾ ഇൻ പെഹൽഗാം അറ്റാക്ക്. ഓക്കെ, ഈസ് അണ്ടർ പ്രോബ്. ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വെപ്പൺസും എമിനേഷൻസും ഡിജിറ്റൽ ഡിവൈസസും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവർ ഈ സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദാരാഹർവാൻ ഡച്ചിങ്കാം ഏരിയ എന്നുള്ളത് അവിടെ സ്ഥലത്തിന്റെ ആ ഒരു ജോഗ്രഫി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. ഓക്കെ, റോക്കി സ്ലോപ്സും വളരെ റഫ് ടെറൈൻ ആണ്. അവിടെ വളരെ കുറച്ച് ലോക്കൽ കമ്മ്യൂണിറ്റീസേ ആ ഒരു സ്ഥലത്തുള്ളൂ. ഓക്കെ, ഇവിടത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, അതായത് നമുക്ക് പ്രശ്നവും അവർക്കൊരു അഡ്വാൻറ്റേജും ആണ്. ഓക്കെ, സോ ഈ സ്ഥലങ്ങളിൽ ഇവർക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റും.
നാച്ചുറൽ കവറും ഓക്കെ കൺസീൽമെന്റും ദർ ഈസ് എ ടൈം ടു റീഗ്രൂപ്പ് ആൻഡ് ഓൾ. ഓക്കെ, സോ അതാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചാലഞ്ച് അതായിരുന്നു. ഈ സ്ഥലം വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഇത് ശ്രീനഗറിന്റെ അടുത്താണ്, നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ശ്രീനഗറിന്റെ അടുത്താണിത്, ജമ്മു ആൻഡ് കാശ്മീരിലെ. ആൻഡ് ഈ പെഹൽഗാം അതേപോലെ ഗുൽമാർഗ് ഇതിന്റെയൊക്കെ അടുത്താണ്. ഓക്കെ, സോ എനി ടെറർ മൂവ്മെന്റ് ഹിയർ പോസസ് എ ഡയറക്ട് ത്രെറ്റ് ടു സിവിലിയൻ സേഫ്റ്റി, ടൂറിസം ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. അതുകൊണ്ട് തന്നെ ആർമി അവിടെ ആ ഒരു ട്രൂപ്പിന്റെ പ്രസൻസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് ടെക്നോളജി നമ്മൾ ആ ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ഇസ് എ വെരി ക്ലോസ് കോർഡിനേഷൻ വിത്ത് ലോക്കൽ നൊമാഡിക് ട്രൈബ്സ് ലൈക്ക് ഈ ഗുജാർസ്, ബഗർവാൾസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ, അവരെ വിവരം തരും. ഓക്കെ, അവിടെ എന്തെങ്കിലും സസ്പീഷ്യസ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വിവരം തരുന്നതായിരിക്കും. സോ ഇവിടെ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ജോഗ്രഫി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇന്റേണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ ജോഗ്രഫി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു സിവിൽ മിലിറ്ററി കോഓപ്പറേഷൻ, ഓക്കെ, ലോക്കൽസും ആർമിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ കാണിച്ചു തരുന്നൊരു ന്യൂസ് ആണിത്. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ ആ ഒരു കൗണ്ടർ ടെററിസം പോളിസി, evolving counter-terrorism policy of India, which is very important in the exam perspective, and it reflects the military readiness and strategic shift. ഇത് നിങ്ങൾക്ക് ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ടും ഡിഫൻസ് ആയിട്ടും ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞത്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതല്ലേ, അത് ഓൺഗോയിങ് ആണ്. ഓക്കെ, ഒരു പോസിബിളി അത് പോസിബിൾ റീസ്റ്റാർട്ടിനുള്ള സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഓക്കെ, സോ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് റെസ്പോൺസ് ടു ദി പെഹൽഗാം ടെറർ അറ്റാക്ക് ഇൻ ഏപ്രിൽ. ഓക്കെ, സോ ഇത് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഡച്ചിങ്ങാം ഫോറസ്റ്റിലാണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഏരിയ ടുവേർഡ്സ് പെഹൽഗാം ആൻഡ് ഗണ്ടേർബൽ, ഗുൽമാർഗ് ആൻഡ് ഓൾ. സോ ഇപ്പൊ കറന്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്റ്റാറ്റസ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ കറന്റ് പോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആവശ്യം വന്നാൽ അത് തുടങ്ങും എന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്. സോ ഈ ഒരു സ്ട്രാറ്റജിക് കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത്, അതായത് ഇന്ത്യ ഈസ് നൗ ടേക്കിംഗ് എ സ്ട്രോങ്ങർ മിലിറ്ററി അപ്രോച്ച് ടു ടെററിസം. ഓക്കെ, എസ്പെഷ്യലി ക്രോസ് ബോർഡർ ടെററിസം. ഓക്കെ, പണ്ടൊക്കെ ഈ പാകിസ്ഥാന് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫയലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു, ഇതാണ് ഇവിടെ നടന്നത്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഓക്കെ, നൗ ഇറ്റ് ഈസ് മോർ അബൌട്ട് ദി ഡിസൈസീവ് ആക്ഷൻ. Okay, we are sending a clear warning to terror groups and supporters that India will act strongly. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, ഒരു പീസ് എഗ്രിമെന്റിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. തായ്ലാൻഡും കംബോഡിയയും ഇവരൊരു ഫൈറ്റിലായിരുന്നു. ഏകദേശം അവരുടെ ആ ബോർഡർ ഏരിയാസിൽ ഏകദേശം 5 ദിവസങ്ങളായിട്ട് ഈ ഒരു ഫൈറ്റ് നടക്കുകയായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാല്, ഫൈറ്റിനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിക്കുകയും തായ്ലാൻഡ് സോൾജേഴ്സ് 5ഓളം തായ്ലാൻഡ് സോൾജേഴ്സ് മരിക്കുകയും ചെയ്തു. സോ അപ്പൊ തുടങ്ങിയ ഫൈറ്റിംഗ് ആണ് ഇവർ തമ്മിൽ. 35ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആൻഡ് 1000 ഓഫ് പീപ്പിൾ ഹാഡ് ടു ലീവ് ദെയർ ഹോംസ്. ഒരു സീസ് ഫയറിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അൺകണ്ടീഷണൽ സീസ് ഫയർ. സോ ദിസ് മീൻസ് ദാറ്റ് ബോത്ത് കൺട്രീസ് എഗ്രീഡ് ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഇമീഡിയറ്റ്ലി. സോ ഇതിനെ മീഡിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനിടയിൽ നിന്നത് നമ്മുടെ മലേഷ്യൻ പ്രൈം മിനിസ്റ്ററായ അൻവർ ഇബ്രാഹിം ആണ്. ഓക്കെ, ഹി ഹെൽപ് ബോത്ത് സൈഡ് ടു ടോക്ക്. അതേപോലെ തന്നെ സോ ഈ ഒരു പീസ് ഡീല് നടന്നത്, ദി ടോക്ക് ഹാപ്പൻഡ് അണ്ടർ ദി ഏഷ്യൻ പീസ് പ്രോസസ്. ഏഷ്യൻ നമുക്കറിയാലോ, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് ദാറ്റ് വർക്ക് ടുഗെദർ. അപ്പോൾ ആ ഒരു റീജിയണൽ ഇമ്പോർട്ടൻസ് എടുക്കുന്ന ടൈമിൽ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ഒരു എങ്ങനെ ഇപ്പൊ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആവുമ്പോൾ ഈ ഏഷ്യന്റെ റോൾ എന്താണ്? ഓക്കെ, ഇറ്റ് ഷോസ് ദാറ്റ് ഏഷ്യൻ ക്യാൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് ഫൈറ്റ് ബിറ്റ്വീൻ ദി മെമ്പർ കൺട്രീസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ഇവരുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏഷ്യന്റെ. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ്, അല്ലെങ്കിൽ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ഡിപ്ലോമസി, ഓക്കെ, ഡിപ്ലോമസി വർക്ക് ചെയ്യും എന്ന് കാണിച്ചു തരാണ് ചെയ്തത്, അല്ലേ? ആൻഡ് ദേ ആർ ടോക്കിംഗ് തിങ്സ് ഔട്ട്. അല്ലാണ്ട് ഒരു ഫുൾ സ്കെയിൽ വാറിലോട്ടൊന്നും അവർ പോയില്ല. അപ്പോ ഇതിലിപ്പോ അത്രേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ലെസൺസ് ഫ്രം ദി പാസ്റ്റ്, ചോള ലെഗസി.
ഓക്കെ. സോ ചോളന്മാരുടെ ഏരിയ അല്ലെങ്കിൽ UPSCക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് ചോളാസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടന്നത് കൊണ്ടും അതേപോലെ തന്നെ മോദിജി അവിടെ വിസിറ്റ് ചെയ്തത് കൊണ്ടും ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ. സോ PM മോദി സ്പോക്ക് അറ്റ് ദി ആടി എന്താണ് തിരത്തിരൈ ഫെസ്റ്റിവൽ ഇൻ ഗംഗൈക്കൊണ്ട ചോളാപുരം. നമ്മുടെ രാജേന്ദ്ര ചോള വണ്ണിന്റെ ആ ഒരു ബർത്ത് ആനിവേഴ്സറിക്കാണ് പുള്ളി അവിടെ ചെന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? നമുക്കറിയാം രാജേന്ദ്ര ചോളൻ എന്നുള്ളത് ഹി ഈസ് എ ഗ്രേറ്റ് ചോള കിങ്. അപ്പോൾ മോദിജി പറഞ്ഞത് എങ്ങനെയാണ് ചോളന്മാരുടെ അവരുടെ എംപയർ എങ്ങനെയാണോ റൂൾ ചെയ്തത്, അതൊന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ. മോഡേൺ ഇന്ത്യയില് നമുക്ക് അത് അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സംഭവം നമുക്കത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഹി സെഡ് ദാറ്റ് മോഡേൺ ഇന്ത്യ ക്യാൻ ലേൺ ഫ്രം ഹൗ ദി ചോളാസ് റൂൾഡ് ദെയർ എംപയർ. സോ ചോളാസ് ആരാന്നുള്ള കാര്യം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതിലോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. 9th തൊട്ട് 13th സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ചോള ഡൈനാസ്റ്റി. ഓക്കെ. പിന്നെ 13th സെഞ്ചുറി ഒക്കെ ആകുമ്പോൾ ദി ഇമ്പീരിയൽ ചോളാസ്, അതേപോലെ ഇവരുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ശ്രീലങ്ക, ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് വളരെയധികം അതായത് അത്രയും പവർ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി ഇവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. തഞ്ചാവൂർ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ സിറ്റി. പിന്നീട് രാജേന്ദ്ര ചോളൻ വന്നതിനെ ഗംഗൈക്കൊണ്ട ചോളാപുരത്തോട്ട് മാറ്റുന്നുണ്ട്. സോ ഇവരുടെ ഒരു ഗവർണൻസ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഡീസെൻട്രലൈസേഷൻ ആണ്. അവിടെ ഉണ്ടായിരുന്ന വില്ലേജുകൾ, ലോക്കൽ വില്ലേജസ്, അവരുടെ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് വില്ലേജ് അസംബ്ലീസിലൂടെയാണ് അല്ലെങ്കിൽ സഭാസിലൂടെയാണ്. ഓക്കെ. ആ ഒരു സമയത്ത് അവർ വളരെ ഡെമോക്രറ്റിക് ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ചോളന്മാരുടെ ടൈമിൽ അവരുടെ ഇതിൽ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ. പ്രോപ്പർ ബ്യൂറോക്രസി അവർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ലാൻഡ് റെക്കോർഡും ടാക്സ് കളക്ഷൻ സിസ്റ്റവും എല്ലാം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ മോഡേൺ ഗവൺമെന്റ് സിസ്റ്റത്തിലുള്ള പോലത്തെ പരിപാടികൾ അവർക്ക് അന്നേ ഉണ്ടായിരുന്നു. അതേപോലെ അവര് ഈ റോഡുകളും ടെമ്പിൾസും ഇറിഗേഷൻ ടാങ്കുകളും ഒക്കെ ആൾക്കാർക്ക്, അതായത് അവർക്ക് സഹായകരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഷോയിങ് ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വെൽഫെയർ. പിന്നെ നിങ്ങൾ എന്തൊക്കെ മറന്നു പോയാലും ചോളന്മാരുടെ ആ ഒരു മാരിടൈം പവർ, ഓക്കെ, അവർക്ക് വളരെ സ്ട്രോങ് നേവി ഉണ്ടായിരുന്നു. ഓക്കെ. അതേപോലെ ഈ ഓവർസീസ് ട്രേഡ്, ഓക്കെ, അന്ന് കാലത്തുള്ള അവരുടെ ആ ഒരു എന്താ പറയാ, നമ്മൾ ഈ ഗ്ലോബൽ റീച്ച് എന്നൊക്കെ പറയില്ലേ? ഓക്കെ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്ലോബൽ റീച്ച്. ഓക്കെ. ഇതൊക്കെ ആ കാലത്താണെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് ലെസൺസ്, ഓക്കെ, ഒന്ന് ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ ആണ്. ഓക്കെ. അവരുണ്ടാക്കിയ ആ ഒരു ബൃഹദേശ്വര ടെമ്പിൾ ഇറ്റ് ഈസ് സ്റ്റിൽ സ്റ്റാൻഡിങ് അല്ലെ ആഫ്റ്റർ 1000+ years. സോ ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഇത് എന്താണ് മാറ്റർ ചെയ്യുന്നത് ചോദിച്ചാൽ, വി ക്യാൻ ലേൺ ഫ്രം ദിയർ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി അല്ലെ. അവരൊരു പെട്ടെന്ന് സാധനം പണി കഴിപ്പിച്ച് തീർക്കലല്ല അവർ ഫോക്കസ് ചെയ്തത്. ദേ ഫോക്കസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ഓക്കെ. സോ ഇങ്ങനത്തെ ഈ ബൃഹദേശ്വര ടെമ്പിൾ ഒക്കെ ദേ ഹാവ് സർവൈവ്ഡ് സോ മെനി എർത്ത് ക്വേക്സ്. ഓക്കെ. ഈവൻ ദോ സൗത്ത് ഇന്ത്യ ഈസ് പ്രോൺ ടു ദം, ദീസ് ടെമ്പിൾ സർവൈവ്ഡ് എർത്ത് ക്വേക്സ്. ആ ഒരു സീസ്മിക് സേഫ്റ്റി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ. അതേപോലെ തന്നെ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡ്രെയിനേജും വാട്ടർ സ്റ്റോറേജ് സിസ്റ്റവും അവരുടെ കാലത്ത് അവർക്ക് ഉണ്ടായിരുന്നു. സോ അതിന് എക്സാമ്പിൾ ആണ് ഈവൺ ഇൻ ഏരിയാസ് ലൈക്ക് ഗംഗൈക്കൊണ്ട ചോളാപുരം വിച്ച് floods today, they managed their water effectively, okay, during that time. So we can study and adapt their methods to manage flood and water scarcity today. വളരെ ഡെമോക്രാറ്റിക് ഗവർണൻസ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ചോളന്മാര്. ഓക്കെ. നമ്മൾ അവരുടെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, വില്ലേജ് അസംബ്ലീസ്, അതേപോലെ കുടവോലൈ സിസ്റ്റം. ഓക്കെ. സോ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ആൾക്കാർ എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ പീപ്പിൾ വർ ഇലക്റ്റഡ് ഫ്രം ലോക്കൽ ഏരിയാസ് ത്രൂ ദീസ് കുടവോലൈ സിസ്റ്റം. നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 73rd 74th അമെന്റ്മെന്റിൽ നമ്മൾ കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റം അവർക്ക് അന്ന് ആ ഒരു തലത്തിലുള്ള ഒരു സെറ്റപ്പ് അവർക്ക് അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ. സോ മെനി ലോക്കൽ ബോഡീസ് ടുഡേ വർക്ക് വിത്തൗട്ട് ഇലക്ഷൻസ് അല്ല. ഇപ്പൊ പ്രസന്റ് ഉള്ള ഒരു ഇഷ്യൂ നോക്കുമ്പോൾ ചോളന്മാരുടെ സമയത്തുള്ള പോലെ ഒന്നും അല്ല. മെനി ലോക്കൽ ബോഡീസ് ടുഡേ വർക്ക് വിത്തൗട്ട് ഇലക്ഷൻസ്. അതേപോലെ ഇവരുടെ വേറെ കുറച്ച് ഈ ചോള അഡ്മിനിസ്ട്രേഷനിലുള്ള ആ ഒരു ഡിവിഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വില്ലേജിൽ എന്താണ്, ഡിസ്ട്രിക്റ്റിൽ എന്താണ് ഡിവിഷൻ, പ്രൊവിൻസ്. ഓക്കെ. വില്ലേജിൽ കുറം, അതേപോലെ ഡിസ്ട്രിക്റ്റിൽ നാട്, ഡിവിഷൻ വളനാട്, പ്രൊവിൻസ് മണ്ഡലം. അതേപോലെ കുറച്ച് കീ ടേംസ് ഉണ്ട്. സഭ. എന്നുള്ളത് ജനറൽ അസംബ്ലിയാണ്. വില്ലേജസിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള അസംബ്ലിയാണ് അതേപോലെ ഈ ദി ഗ്യാദറിംഗ് ഓഫ് ഈ അഡൾട്ട് മെൻ ഇൻ
ബ്രാഹ്മൺ വില്ലേജസ്, അഗ്രഹാരങ്ങളിൽ ഇവരുടെ ഈ ഒരു ഒത്തുചേരലിനെ സഭ, അതും പിന്നെ ഈ അവരുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പേരും പിന്നെ ആ ഒരു ലാൻഡ് റൈറ്റും ടാക്സും, ഓക്കെ, കളം, വരിപ്പൊട്ടകം, ഓക്കെ, പുറവു, നീതിനായക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവരുടെ ആ ഒരു ഗുഡ് ഗവർണൻസിനുള്ള, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ഓക്കെ, അവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നു. ലാൻഡ് റെക്കോർഡുകളും ദേ വർ വെരി അക്കൗണ്ടബിൾ, വളരെ സ്മാർട്ടും സസ്റ്റൈനബിൾ റിസോഴ്സ്, അതായത് ആ ഒരു വാട്ടർ ആൻഡ് റിസോഴ്സസിന്റെ ആ ഒരു യൂസ്, ഓക്കെ, അത് ഇപ്പോഴും നമുക്ക് അതാണ് നമുക്ക് അവരുടെ കാലങ്ങളിൽ അവരെന്താണോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സാധനങ്ങൾ നമുക്ക് ഇപ്പൊ പ്രാവർത്തികമാക്കാൻ പറ്റണം. ഓക്കെ, അത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. So there was a smart and sustainable resource use which is very important even today. ഓക്കെ, സോ ലോക്കൽ എംപവർമെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ പഞ്ചായത്തും അതേപോലെ മുനിസിപ്പാലിറ്റീസും ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം, അല്ലെ? ഇറ്റ് ഈസ് എ കീ ഫോർ പ്രോഗ്രസ് നൗ. അതേപോലെ അവരുടെ ഒരു കൾച്ചറൽ വാല്യൂസും, ഓക്കെ, ആ ഒരു കൾച്ചറൽ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റഗ്രേഷൻ, ഓക്കെ, ആ ഒരു ഹെറിറ്റേജ് വാല്യൂ, അവരുടെ ബിൽഡിങ്ങുകളും അവരുടെ ആ സിസ്റ്റവും, ഇറ്റ് ഷോ അഡ്വാൻസ്ഡ് തിങ്കിങ് ആൻഡ് കൾച്ചർ. Okay, now our past helps to build a strong national identity. അപ്പോൾ ഈ പോളിസി ലേണിംഗിന്റെ കാര്യം എടുക്കുമ്പോൾ ഏൻഷ്യൻ പ്രാക്ടീസസ് ദേ ക്യാൻ ഇൻസ്പയർ മോഡേൺ പോളിസീസ് ലൈക്ക് ഇൻ അർബൻ പ്ലാനിങ് ഓർ വാട്ടർ കൺസർവേഷൻ. ചോളന്മാരുടെ ഈ ഒരു ഗവർണൻസ്, നമുക്കോട് പറയാനുള്ള ചോളന്മാരുടെ ഈ ഒരു ഗവർണൻസ്, ഈ ഒരു സിസ്റ്റം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്കൽ ഡെമോക്രസി അവർക്ക് ഉണ്ടായിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അവരുടെ റിസോഴ്സസ് അവര് നല്ല സ്മാർട്ട് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആൻഡ് പ്രൈഡ് ഇൻ അവർ ഹെറിറ്റേജ്. ഓക്കെ, സോ we can use these lessons to improve governance and development in today's India. Okay, so that's it. നാളെ ഇപ്പോൾ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.